അൺമാൻഡ് ആയിട്ടുള്ള, അതായത് അൺക്രൂഡ് ആയിട്ടുള്ള മിഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ മാസം തന്നെ ആ അൺക്രൂഡ് മിഷൻ്റെ അസംബ്ലി കമൻസ് ചെയ്യണം. അതായത് നമ്മൾ ലോഞ്ച് ക്യാമ്പയിൻ തുടങ്ങുകയാണ് ഈ മാസം. അതിനുശേഷം റോക്കറ്റിൻ്റെ അസംബ്ലി ഇപ്പോൾ നടക്കും. റോക്കറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രീഹരിക്കോട്ടയിൽ എത്തിക്കഴിഞ്ഞു. റോക്കറ്റിന്റെ ഭാഗങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. VSSCയിലും ബാംഗ്ലൂരിലുമായിട്ട് നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ റോക്കറ്റിന്റെ കൂട്ടിയോജിപ്പിക്കലുകൾ പൂർത്തിയാകും. കഴിഞ്ഞ മാസം ദൗത്യത്തിന്റെ ക്രൂയിസ് എസ്കേപ്പ് സിസ്റ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചു. ഇനിയുള്ളത് ക്രൂ ലോഞ്ച് ക്യാമ്പയിനാണ്. ഇത് അടുത്ത മാസം തന്നെ ആരംഭിക്കാനാണ് ISRO തീരുമാനം. കമ്പ്യൂട്ടർ, സെൻസറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിലും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്നതിലും സങ്കീർണതകളുണ്ട്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യം. സമയബന്ധിതമായ പദ്ധതി പൂർത്തിയാക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെന്നും ISRO ചെയർമാൻ S. സോമനാഥ് പ്രതികരിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാന്റെ ഭാഗമായി ആളില്ലാ പേടകം അടുത്ത വർഷം മാർച്ചോടെ വിക്ഷേപിക്കും. ജീവൻ മിഷൻ എന്നാണ് ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. ജനം, തിരുവനന്തപുരം.